ഓം ശാന്തി. പ്രഭാതമുരളി 2:11-21. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ മനസ്സ വാച കർമ്മണ ആക്യുറേറ്റ് ആകണം. കാരണം നിങ്ങൾ ദേവതമാരേക്കാൾ ഉയർന്ന ബ്രാഹ്മണർ കുടുമിയാണ്. ചോദ്യം: കുട്ടികൾക്ക് പോലും മനസ്സിലാക്കുവാൻ പ്രയാസമായ ഏറ്റവും ഗുപ്തവും മഹീനവുമായ കാര്യം ഏതാണ്? ഉത്തരം: ശിവബാബയും ബ്രഹ്മബാബയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് ഏറ്റവും ഗുപ്തവും മഹീനവുമായ കാര്യമാണ്. ഇതിൽ പല കുട്ടികളും കുഴങ്ങിപ്പോകുന്നു. ഈ രഹസ്യം സ്വയം ബാബ പറഞ്ഞു തരുന്നു. ഞാൻ അതിരാവിലെ ഈ ശരീരത്തിലൂടെ കുട്ടികളായ നിങ്ങളെ പഠിപ്പിക്കുന്നു. ബാക്കി ഞാൻ മുഴുവൻ ദിവസവും ഇദ്ദേഹത്തിൽ സവാരി ചെയ്യുന്നൊന്നുമില്ല. ഓം ശാന്തി. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ ആരാണ്? ബ്രാഹ്മണർ. നമ്മൾ ബ്രാഹ്മണരാണ്, ദേവതയാകാൻ പോകുന്നവരാണ്. ഇതൊരിക്കലും മറക്കാതിരിക്കൂ. വർണ്ണങ്ങളെയും ഓർമ്മിക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ പരസ്പരം ബ്രാഹ്മണർ തന്നെയാണ്. ബ്രാഹ്മണരെ പരിധിയില്ലാത്ത ബാബ പഠിപ്പിക്കുന്നു. ഈ ബ്രഹ്മാവല്ല പഠിപ്പിക്കുന്നത്, ശിവബാബയാണ് പഠിപ്പിക്കുന്നത്. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാകാതെ ദേവതയാകുവാൻ സാധിക്കില്ല. സമ്പത്ത് ശിവബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. ശിവബാബ എല്ലാവരുടെയും പിതാവാണ്. ഈ ബ്രഹ്മാവിനെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നു. ലൗകിക പിതാവ് എല്ലാവർക്കുമുണ്ട്. പാരലൗകിക പിതാവിനെ ഭക്തി മാർഗത്തിൽ ഓർമ്മിക്കുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ ബ്രഹ്മാവ് അലൗകിക പിതാവാണ്. ആ ഒന്നിനെ ആരും അറിയുന്നില്ല. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുണ്ട്. ഇവിടെയും പ്രജാപിത ആദിദേവന്റെ ക്ഷേത്രമുണ്ട്. ആ ഒന്നിനെ മഹാവീരൻ എന്നും പറയുന്നു. ചിലർ ദിൽവാല എന്നും പറയുന്നു. എന്നാൽ വാസ്തവത്തിൽ ഹൃദയം കവരുന്നവൻ ശിവബാബയാണ്, ബ്രഹ്മാവല്ല. സർവ ആത്മാക്കൾക്കും സദാ സുഖം അനുഭവിക്കുന്നവർ ആക്കുന്നവനും സന്തോഷം നൽകുന്നവനും ഒരേ ഒരു ബാബയാണ്. ഇത് കേവലം കുട്ടികളായ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ലോകത്തിൽ മനുഷ്യർ യാതൊന്നും അറിയുന്നില്ല. നമ്മൾ ബ്രാഹ്മണർ തന്നെയാണ് ശിവബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും അടിക്കടി മറന്നു പോകുന്നു. ഓർമ്മ വളരെ സഹജമാണ്. യോഗം എന്ന വാക്ക് സന്യാസിമാരാണ് വച്ചിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ ബാബയെ ഓർമ്മിക്കുന്നു. യോഗം എന്നത് സാധാരണ വാക്കാണ്. ഇതിനെ യോഗാശ്രമം എന്നും പറയില്ല. കുട്ടികളും അച്ഛനും ഇരിക്കുകയാണ്. കുട്ടികളുടെ കടമയാണ് പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കണം. നമ്മൾ ബ്രാഹ്മണരാണ്. ദാതയിൽ നിന്നും സമ്പത്ത് നേടുന്നു ബ്രഹ്മാവിലൂടെ. അതിനാൽ ശിവബാബ പറയുന്നു, എത്ര സാധിക്കുമോ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. ചിത്രവും ഓർമ്മിക്കൂ. നമ്മൾ ബ്രാഹ്മണരാണ്, ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു എന്ന ഓർമ്മ നിലനിൽക്കും. ബ്രാഹ്മണർ എപ്പോഴെങ്കിലും തങ്ങളുടെ ജാതിയെ മറക്കാറുണ്ടോ? നിങ്ങൾ ശൂദ്രരുടെ കൂട്ടുകെട്ടിൽ വരുന്നതിലൂടെ ബ്രാഹ്മണത്വം മറന്നു പോകുന്നു. ബ്രാഹ്മണർ ദേവതമാരേക്കാൾ ഉയർന്നതാണ്. കാരണം നിങ്ങൾ ബ്രാഹ്മണർ നോളജ്ഫുള്ളാണ്. ഭഗവാനെ എല്ലാം അറിയുന്നവൻ എന്ന് പറയുന്നുവല്ലോ. ഇതിൻ്റെ അർത്ഥം എല്ലാവരുടെയും ഹൃദയത്തിൽ എന്താണുള്ളത് അത് നോക്കുന്നു എന്നല്ല. അങ്ങനെയല്ല. ആ ഒന്നിൽ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജുണ്ട്. ആ ഒന്ന് ബീജരൂപമാണ്. ബീജം വൃക്ഷത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയെ വളരെയധികം ഓർമ്മിക്കണം. ഇദ്ദേഹത്തിൻ്റെ ആത്മാവും ആ ബാബയെ ഓർമ്മിക്കുന്നു. ആ ബാബ പറയുന്നു, ഇദ്ദേഹം അതായത് ബ്രഹ്മാവും എന്നെ ഓർമ്മിക്കും. അപ്പോഴാണ് ഈ പദവി നേടുന്നത്. നിങ്ങളും ഓർമ്മിക്കുമെങ്കിൽ പദവി നേടും. ആദ്യം നിങ്ങൾ ശരീരമില്ലാതെ അശരീരിയായി വന്നിരുന്നു. പിന്നെ അശരീരിയായി തിരിച്ച് പോകേണ്ടതുണ്ട്.
മറ്റെല്ലാ ദേഹത്തിൻ്റെ സംബന്ധികളും നിങ്ങൾക്ക് ദുഃഖം നൽകുന്നവരാണ്. അവരെ എന്തിനു ഓർമ്മിക്കുന്നു? എന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നിരിക്കെ ഞാൻ നിങ്ങളെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. അവിടെ യാതൊരു ദുഃഖവുമില്ല. അതാണ് ദൈവിക സംബന്ധം. ഇവിടെ ആദ്യം ദുഃഖമുണ്ടാകുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംബന്ധത്തിലാണ്. കാരണം വികാരിയാകുന്നു. നിങ്ങളെ ഞാൻ ഇപ്പോൾ ആ ലോകത്തിൻ്റെ യോഗ്യരാക്കി മാറ്റുന്നു. അവിടെ വികാരത്തിൻ്റെ കാര്യമേയില്ല. ഈ കാമം മഹാശത്രുവാണ് എന്ന് പാടപ്പെട്ടിരിക്കുന്നു. അത് ആദ്യം മധ്യ അന്ത്യം ദുഃഖം നൽകുന്നു. ക്രോധത്തിനെ കുറിച്ച് ഇത് ആദ്യമധ്യ അന്ത്യം ദുഃഖം നൽകുന്നു എന്ന് പറയില്ല. അങ്ങനെയല്ല. കാമത്തെ ജയിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ആദ്യമധ്യ അന്ത്യം ദുഃഖം നൽകുന്നത്, പതീതമാക്കുന്നത്. പതീതം എന്ന വാക്ക് വികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ശത്രുവിൻ്റെ മേൽ ജയം നേടണം. നിങ്ങൾക്കറിയാം, നമ്മൾ സത്യയുഗത്തിലെ ദേവീ ദേവതയായിക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ വരെ ഈ നിശ്ചയമില്ലയോ അതുവരെയും ഒന്നും നേടുവാൻ സാധിക്കില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികൾ മനസ്സ വാച കർമ്മണ ആക്യുറേറ്റ് ആകണം, പരിശ്രമിക്കണം. നിങ്ങൾ ഭാരതത്തെ സ്വർഗമാക്കുന്നു എന്നത് ലോകത്തിൽ ആർക്കും അറിയില്ല. മുന്നോട്ടു പോകവേ മനസ്സിലാക്കും. 1 വേൾഡ്, 1 രാജ്യം, 1 റിലീജിയൻ, 1 ഭാഷ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഒരു രാജ്യം, ഒരു ധർമ്മം ഉണ്ടായിരുന്നു. അതിനെ സ്വർഗം എന്ന് പറയുന്നു. രാമരാജ്യത്തെയും രാവണ രാജ്യത്തെയും ആരും അറിയുന്നില്ല. നിങ്ങളും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സ്വച്ഛബുദ്ധി ആയിരിക്കുന്നു. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് ബാബയിരുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. അപ്പോൾ തീർച്ചയായും ബാബയുടെ മതമനുസരിച്ച് നടക്കൂ. ബാബു പറയുന്നു, പഴയ ലോകത്തിൽ ഇരിക്കവേ കമല പുഷ്പ സമാനം പവിത്രമായിരിക്കൂ. എന്നെ ഓർമ്മിച്ചുകൊണ്ടുമിരിക്കൂ. ബാബ ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാക്കളെ തന്നെയാണ് പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നത് ഈ ഓർഗൻസിലൂടെ. ഇതാണെങ്കിൽ പഴയ മോശമായ ലോകമാണ്, മോശമായ ശരീരമാണ്. നിങ്ങൾ ബ്രാഹ്മണർ പൂജയ്ക്ക് യോഗ്യരല്ല, മഹിമയ്ക്ക് യോഗ്യരാണ്. പൂജയ്ക്ക് യോഗ്യർ ദേവതമാരാണ്. നിങ്ങൾ ശ്രീമത്ത് അനുസരിച്ച് വിശ്വത്തെ സ്വർഗമാക്കുന്നു. അതിനാൽ നിങ്ങളുടെ മഹിമയുണ്ട്, പൂജ ഉണ്ടാവുക സാധ്യമല്ല. മഹിമ തീർച്ചയായും ബ്രാഹ്മണരായ നിങ്ങളുടേതാണ്, ദേവതമാരുടേതല്ല. ബാബ നിങ്ങളെ തന്നെയാണ് ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനാക്കുന്നത്. ദേവതമാരുടെ ആത്മാവും ശരീരവും രണ്ടും പവിത്രമാണ്. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് പവിത്രമായി കൊണ്ടിരിക്കുന്നു, ശരീരം പവിത്രമല്ല. ഇപ്പോൾ നിങ്ങൾ ഈശ്വരന്റെ മതമനുസരിച്ച് ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും സ്വർഗത്തിന് യോഗ്യരായിക്കൊണ്ടിരിക്കുന്നു. സദോപ്രധാനം തീർച്ചയായും ആകേണ്ടതുണ്ട്. കേവലം ബ്രാഹ്മണരായ നിങ്ങളെ തന്നെയാണ് ബാബ ഇരുന്ന് പഠിപ്പിക്കുന്നത്. ബ്രാഹ്മണരുടെ വൃക്ഷം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ആരാണോ പക്ക ബ്രാഹ്മണരായി മാറുന്നത് അവർ തന്നെയാണ് പോയി ദേവതയാകുന്നത്. ഇത് പുതിയ വൃക്ഷമാണ്. മായയുടെ കൊടുങ്കാറ്റും അടിക്കുന്നു. സത്യയുഗത്തിൽ ഒരു കൊടുങ്കാറ്റും ഏൽക്കില്ല. ഇവിടെ മായ ബാബയുടെ ഓർമ്മയിലിരിക്കാൻ അനുവദിക്കുന്നില്ല. നമുക്കറിയാം, ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം ആയത്. മുഴുവൻ ആധാരവും ഓർമ്മയുടെ മേലാണ്. ഭാരതത്തിൻ്റെ പ്രാചീന യോഗവും പ്രസിദ്ധമാണല്ലോ. പ്രാചീന യോഗം ആരെങ്കിലും വന്ന് പഠിപ്പിക്കട്ടെ എന്ന് വിദേശത്തുള്ളവരും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ യോഗം 2 പ്രകാരത്തിലുണ്ട്. ഒന്നാണ് ഹഠയോഗി, രണ്ടാമത്തേതാണ് രാജയോഗി. നിങ്ങൾ രാജയോഗിയാണ്. അതാണെങ്കിൽ വളരെയധികം നാളുകളായി നടന്നു വരുന്നു. രാജയോഗത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. സന്യാസിമാർ രാജയോഗത്തെക്കുറിച്ച് എന്തറിയുവാനാണ്? ബാബ വന്ന് പറഞ്ഞു തന്നു, രാജയോഗം ഞാൻ തന്നെയാണ് വന്ന് പഠിപ്പിക്കുന്നത്.
കൃഷ്ണന് പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇത് ഭാരതത്തിൻ്റെ തന്നെ പ്രാചീന യോഗമാണ്. കേവലം ഗീതയിൽ എൻ്റെ പേരിന് പകരം കൃഷ്ണൻ്റെ നാമം വച്ചിരിക്കുന്നു. എത്ര വ്യത്യാസമുണ്ടായിരിക്കുന്നു! ശിവജയന്തി നടക്കുമ്പോൾ നിങ്ങളുടെ വൈകുണ്ഠത്തിൻ്റെയും ജയന്തി നടക്കുന്നു. അതിൽ കൃഷ്ണൻ്റെ രാജ്യമാണ്. നിങ്ങൾക്കറിയാം, ശിവബാബയുടെ ജയന്തി ഉണ്ടെന്നിരിക്കെ ഗീതയുടെയും ജയന്തിയുണ്ട്, വൈകുണ്ഠത്തിൻ്റെയും ജയന്തി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പവിത്രമായി മാറും. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശിവബാബയുടെ ജയന്തി തന്നെയാണ് സ്വർഗത്തിൻ്റെ ജയന്തി. ബാബ തന്നെയാണ് വന്ന് സ്വർഗം സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഓർമ്മിക്കാത്തത് കാരണം മായ എന്തെങ്കിലുമൊക്കെ വികർമ്മം ചെയ്യിക്കുന്നു. ഓർമ്മിച്ചില്ല, ചമ്മട്ടിയുടെ അടിയേറ്റു. ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ ചമ്മട്ടിയുടെ അടിയേൽക്കില്ല. ഇത് ബോക്സിംഗ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശത്രു ഏതെങ്കിലും മനുഷ്യനല്ല, രാവണനാണ് ശത്രു. വിവാഹം ചെയ്ത ശേഷം കുമാരകുമാരിമാരും പതീതമാകുന്നതിലൂടെ അന്യോന്യം ശത്രുവായി മാറുന്നു. വിവാഹത്തിന് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുന്നു. ബാബ പറയുന്നു, വിവാഹം നശിച്ചു പോകലാണ്. ഇപ്പോൾ പാരലൗകിക ബാബ ഓർഡിനൻസ് ഇറക്കുന്നു. കുട്ടികളെ, ഈ കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടൂ. പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യൂ. ആരും പതീതമാകരുത്. ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾ പതീതമായി ഈ വികാരത്തിലൂടെ. അതിനാൽ കാമം മഹാശത്രുവാണ് എന്ന് പറയുന്നു. ബാബയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ 84 ജന്മങ്ങൾ എങ്ങനെ എടുക്കുന്നു? ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് വളരെയധികം ശുദ്ധ അഹങ്കാരം ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ആത്മാക്കൾ ബാബയുടെ മതത്തിലൂടെ നടന്ന് ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തന്നെയാണ് വീണ്ടും സ്വർഗത്തിൽ രാജ്യം ഭരിക്കുന്നത്. എത്ര പ്രയത്നിക്കുമോ അത്രയും പദവി നേടും. വേണമെങ്കിൽ രാജാവും റാണിയുമാകൂ, വേണമെങ്കിൽ പ്രജയുമാകാം. രാജാവും റാണിയും എങ്ങനെയാണ് ആകുന്നത്? അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫോളോ ഫാദർ എന്ന് പാടപ്പെടുന്നു. അത് ഇപ്പോഴത്തെ കാര്യമാണ്. ലൗകിക സംബന്ധത്തിൻ്റെ കാര്യത്തിലല്ല പറയുന്നത്. ഈ ബാബ മതം നൽകുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ നല്ല മതമനുസരിച്ച് നടക്കുന്നു, വളരെ പേരുടെ സേവനം ചെയ്യുന്നു. കുട്ടികൾ ബാബയുടെ അടുക്കൽ വരുന്നു. അപ്പോൾ ശിവബാബയും റിഫ്രഷ് ചെയ്യുന്നു, ഇദ്ദേഹവും റിഫ്രഷ് ചെയ്യുന്നു. ഇദ്ദേഹവും പഠിക്കുകയാണല്ലോ. ശിവബാബ പറയുന്നു, ഞാൻ വരുന്നത് രാവിലെയാണ്. ശരി, പിന്നെ ആരെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വരുന്നുവെങ്കിൽ ഈ ബ്രഹ്മാവ് മനസ്സിലാക്കിക്കുകയില്ലേ? ബാബ അങ്ങ് വന്ന് മനസ്സിലാക്കിക്കൂ, ഞാൻ മനസ്സിലാക്കിക്കില്ല എന്ന് പറയുമോ? ഇത് വളരെ ഗുപ്തവും ഗുഹ്യവുമായ കാര്യങ്ങളാണല്ലോ. എനിക്കാണെങ്കിൽ ഏറ്റവും നന്നായി മനസ്സിലാക്കിക്കാൻ സാധിക്കും. ശിവബാബ മാത്രമാണ് മനസ്സിലാക്കിക്കുന്നത്. ഇദ്ദേഹം മനസ്സിലാക്കിക്കുന്നില്ലായിരിക്കാം എന്ന് നിങ്ങൾ എന്തുകൊണ്ട് വിചാരിക്കുന്നു? ഇദ്ദേഹവും അറിയുന്നുണ്ട്. കഴിഞ്ഞ കൽപ്പത്തിൽ ഇദ്ദേഹം മനസ്സിലാക്കിച്ചിട്ടുണ്ട്. അതിനാലാണ് ഈ പദവി നേടിയത്. മമ്മയും മനസ്സിലാക്കിക്കുമായിരുന്നല്ലോ. മമ്മയും ഉയർന്ന പദവി നേടുന്നു. അവിടെ ബാബയെ സൂക്ഷ്മവതനത്തിൽ കാണുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട്. സറണ്ടർ ആകുന്നതും ദരിദ്രരാണ്. ധനികർക്ക് സറണ്ടർ ആകുവാൻ സാധിക്കില്ല. ദരിദ്രരാണ് പറയുന്നത്, ബാബ ഇതെല്ലാം അങ്ങയുടേതാണ്. ശിവബാബയാണെങ്കിൽ ദാതാവാണ്. ആ ഒന്ന് ഒരിക്കലും വാങ്ങുന്നില്ല. ബാബ പറയുന്നു, ഇതെല്ലാം കുട്ടികളോട് പറയുന്നു, ഇതെല്ലാം നിങ്ങളുടേതാണ്. തനിക്ക് വേണ്ടി കൊട്ടാരം ഇവിടെയോ അവിടെയോ നിർമ്മിക്കുന്നില്ല. നിങ്ങളെ തന്നെയാണ് സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നത്. ഇപ്പോൾ ഈ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് സഞ്ചി നിറയ്ക്കണം. ക്ഷേത്രത്തിൽ പോയി പറയുന്നു, സഞ്ചി നിറച്ചു തരൂ. എന്നാൽ എപ്രകാരത്തിലുള്ളതാണ്?
ഏത് വസ്തുവാണ് സഞ്ചിയിൽ നിറയ്ക്കേണ്ടത്? ഇപ്പോൾ സഞ്ചി നിറയ്ക്കുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയാണ് ധനം നൽകുന്നത്. ശിവന്റെ അടുക്കലേക്ക് പോകുന്നില്ല. കൃഷ്ണനെ കുറിച്ച് പറയുന്നത് ഗീത കേൾപ്പിച്ചു എന്നാണ്. എന്നാൽ കൃഷ്ണന്റെ കാര്യത്തിൽ സഞ്ചി നിറച്ചു തരൂ എന്ന് പറയുന്നില്ല. ശങ്കറിന്റെ അടുക്കൽ പോയി പറയുന്നു. ശിവനും ശങ്കറും ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നു. ശങ്കറാണെങ്കിൽ സഞ്ചി ഒഴിപ്പിക്കുന്നു. എൻ്റെ സഞ്ചിയെ ആർക്കും ഒഴിപ്പിക്കാൻ സാധിക്കില്ല. വിനാശം ഉണ്ടാവുക തന്നെ വേണം. രുദ്രജ്ഞാന യജ്ഞത്തിലൂടെ വിനാശജ്വാല വന്നു എന്ന് പാടപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇങ്ങനെ ആരും മനസ്സിലാക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഗൃഹസ്ഥ വ്യവഹാരത്തിലും ഇരിക്കേണ്ടതുണ്ട്, തൊഴിലും ചെയ്യേണ്ടതുണ്ട്. ബാബ ഓരോരുത്തരുടെയും നാടി നോക്കി നിർദ്ദേശം നൽകുന്നു. കാരണം ബാബ മനസ്സിലാക്കിക്കുന്നു, ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റാതിരിക്കുന്നു എങ്കിൽ അങ്ങനെയുള്ള നിർദ്ദേശം തന്നെ എന്തിനു നൽകണം? നാടി നോക്കി തന്നെയാണ് നിർദ്ദേശം നൽകുന്നത്. ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വരേണ്ടി വരും. ആ ഒന്ന് പൂർണ്ണ നിർദ്ദേശം നൽകും. എല്ലാവരും ചോദിക്കേണ്ടതാണ്, ബാബ ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യണം? ഇപ്പോൾ എന്തു ചെയ്യട്ടെ? ബാബ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ സ്വർഗവാസിയാകാൻ പോകുന്നവരാണ്. ഇപ്പോൾ നമ്മൾ നരകവാസിയാണ്. ഇപ്പോൾ നിങ്ങൾ നരകത്തിലുമല്ല സ്വർഗത്തിലുമല്ല. ആരാണോ ബ്രാഹ്മണരാകുന്നത് അവരുടെ നങ്കൂരം ഈ മോശമായ ലോകത്തിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. നിങ്ങൾ കലിയുഗ ലോകത്തിൽ നിന്നും തീരം ഇപ്പോൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ചില ബ്രാഹ്മണർ തീവ്രമായി പോയിക്കൊണ്ടിരിക്കുന്നു. ചിലർ ഓർമ്മയുടെ യാത്രയിൽ കുറവാണ്. ചിലർ കൈ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ശ്വാസം മുട്ടി മുങ്ങി മരിക്കുന്നു. അതായത് കലിയുഗത്തിലേക്ക് പോകുന്നു. നിങ്ങൾക്കറിയാം, തോണിക്കാരൻ ഇപ്പോൾ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ആ യാത്രകൾ ആണെങ്കിൽ അനേകം പ്രകാരത്തിലുണ്ട്. നിങ്ങളുടെ യാത്ര ഒന്ന് തന്നെയാണ്. അത് തികച്ചും വേറിട്ട യാത്രയാണ്. പിന്നെ കൊടുങ്കാറ്റുകൾ വരുന്നു. അത് ഓർമ്മയെ മുറിക്കുന്നു. ഈ ഓർമ്മയുടെ യാത്രയെ നല്ല രീതിയിൽ ഉറപ്പിക്കൂ, പ്രയത്നിക്കൂ. നിങ്ങൾ കർമ്മയോഗിയാണ്. എത്ര സാധിക്കുമോ കൈകൾ കർമ്മം ചെയ്യട്ടെ, ഹൃദയം ഓർമ്മിക്കട്ടെ. പകുതി കൽപ്പമായി നിങ്ങൾ പ്രിയതമകളായി പ്രിയതമനെ ഓർമ്മിച്ചു വന്നു. ബാബ, നമുക്ക് ഇവിടെ വളരെ ദുഃഖമാണ്. ഇപ്പോൾ നമ്മളെ സുഖധാമത്തിൻ്റെ അധികാരിയാക്കൂ. ഓർമ്മയുടെ യാത്രയിലിരിക്കുമെങ്കിൽ നിങ്ങളുടെ പാപം ഇല്ലാതാകും. നിങ്ങൾ തന്നെയാണ് സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടിയിരുന്നത്. ഇപ്പോൾ പാഴാക്കിയിരിക്കുന്നു. ഭാരതം സ്വർഗമായിരുന്നു. അതിനാലാണ് പ്രാചീന ഭാരതം എന്ന് പറയുന്നത്. ഭാരതത്തിന് വളരെയധികം മാന്യത നൽകുന്നു. ഏറ്റവും വലുതുമാണ്, ഏറ്റവും പുരാതനവുമാണ്. ഇതും നിങ്ങൾക്കറിയാം. വിനാശം മുന്നിൽ നിൽക്കുന്നു. ആരാണോ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് അവരുടെ ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. എക്സിബിഷനിലും എത്ര പേർ വരുന്നു? അഹമ്മദാബാദിൽ നോക്കൂ, എത്ര സാധു സന്യാസിമാർ ഓരോ പ്രകാരത്തിലുമുള്ളവർ വന്നു. നിങ്ങൾ സത്യമാണ് പറയുന്നത് എന്ന് പറയുന്നു. എന്നാൽ നമുക്ക് ബാബയിൽ നിന്നും സമ്പത്ത് നേടണം എന്നത് ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ഇവിടെ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഗർഭജയിലുമില്ല, ആ ജയിലും ഉണ്ടായിരിക്കില്ല. പിന്നെ ഒരിക്കലും ജയിലിൻ്റെ മുഖം കാണില്ല. 2 ജയിലും ഉണ്ടായിരിക്കില്ല. ഇവിടെ ഇതെല്ലാം മായയുടെ പുറം മൂടിയാണ്. ഇക്കാലത്ത് ഓരോ കാര്യവും ക്വിക്കായി നടക്കുന്നു. മൃത്യുവും ക്വിക്കായി ഉണ്ടായിക്കൊണ്ടിരിക്കും. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള ഒരു ഉപദ്രവവും ഉണ്ടാകുന്നില്ല. ഇവിടെ മൃത്യുവും പെട്ടെന്നാണ്, ദുഃഖവും വളരെയധികം ഉണ്ടാകും. എല്ലാം ഇല്ലാതായി പോകും. മുഴുവൻ ഭൂമിയും പുതിയതാകും. സത്യയുഗത്തിൽ ദേവീ ദേവന്മാരുടെ രാജധാനി ഉണ്ടായിരുന്നു. അത് തീർച്ചയായും വീണ്ടും ഉണ്ടാകും. മുന്നോട്ട് പോകവേ നോക്കണം എന്താണ് ഉണ്ടാകുന്നത്. വളരെ ഭയങ്കര ദൃശ്യങ്ങളാണ്. കുട്ടികളായ നിങ്ങൾ സാക്ഷാത്കാരം കണ്ടു. കുട്ടികളെ സംബന്ധിച്ച് മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. ഇതാണ് കയറുന്ന കലയുടെ യാത്ര. ശരി,
മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ ഈ സ്മൃതിയിൽ ഇരിക്കണം, നമ്മൾ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണരായ നമ്മളെ തന്നെയാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ബ്രാഹ്മണരിൽ നിന്നും ദേവത ആയിക്കൊണ്ടിരിക്കുന്നു. ജ്ഞാനരത്നങ്ങൾ കൊണ്ട് തൻ്റെ സഞ്ചി നിറച്ച് ദാനം ചെയ്യണം. ഈ കലിയുഗി പതീത ലോകത്തിൻ്റെ തീരം ഉപേക്ഷിക്കണം. മായയുടെ കൊടുങ്കാറ്റുകളെ ഭയപ്പെടരുത്. വരദാനം: പവർഫുൾ സ്ഥിതിയിലൂടെ രചനയുടെ സർവ ആകർഷങ്ങളിൽ നിന്നും ദൂരെയിരിക്കുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കട്ടെ. എപ്പോഴാണോ മാസ്റ്റർ രചയിതാവിൻ്റെയും മാസ്റ്റർ നോളജ്ഫുള്ളിൻ്റെയും പവർഫുൾ സ്ഥിതിയിലും ലഹരിയിലും സ്ഥിതി ചെയ്യുന്നത്, അപ്പോൾ രചനയുടെ സർവ ആകർഷണങ്ങളിൽ നിന്നും ഉപരിയിരിക്കുവാൻ സാധിക്കും. കാരണം ഇപ്പോൾ രചന കൂടുതൽ ഭിന്ന ഭിന്ന നിറവും രീതിയും ഉള്ള രൂപം രചിക്കും. അതിനാൽ ഇപ്പോൾ അവശേഷിക്കുന്ന കുട്ടിക്കാലത്തെ തെറ്റുകൾ, അലക്ഷ്യത്തിൻ്റെ തെറ്റുകൾ, ആലസ്യത്തിൻ്റെ തെറ്റുകൾ, അലംഭാവത്തിൻ്റെ തെറ്റുകൾ മറന്ന് തൻ്റെ പവർഫുൾ ശക്തി സ്വരൂപത്തെ, ശസ്ത്രധാരി സ്വരൂപത്തെ, സദാ ജ്വലിക്കുന്ന ജ്യോതി സ്വരൂപത്തെ പ്രത്യക്ഷമാക്കൂ. അപ്പോൾ മാസ്റ്റർ രചയിതാവ് എന്ന് പറയും. സ്ലോഗൻ: മനസ്സിൻ്റെ സ്ഥിതിയിൽ ഈ വിധം ഹാർഡാകൂ, കഠിനമാകൂ. ഒരു പരിതസ്ഥിതിക്കും അതിനെ ഒരുക്കാൻ കഴിയാത്ത വിധം. ഓം ശാന്തി. മെഡിറ്റേഷൻ. പുരിക മധ്യത്തിൽ തിളങ്ങുന്ന അതിസൂക്ഷ്മ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഞാൻ കേന്ദ്രീകരിക്കുന്നു. ശാന്ത സ്വരൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശാന്തത എൻ്റെ നിജ ഗുണമായി ഞാൻ അനുഭവിക്കുന്നു. ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ ആത്മസ്വരൂപത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് അന്തരീക്ഷത്തെ ശാന്തമാക്കുന്നു. എൻ്റെ അവ്യക്ത രൂപം ഞാൻ ധാരണ ചെയ്യുന്നു. പ്രകാശമയ ശരീരത്തിൽ ലൈറ്റ് സ്വരൂപമായി ഞാൻ സ്വയം അനുഭവിക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. വ്യക്തലോകത്തു നിന്നും വേറിട്ടിരിക്കുന്ന
ഈ അവസ്ഥയിൽ ഞാൻ സ്വതന്ത്രമാണ്. സർവഭാരരഹിതമാണ്. ഈ ഡബിൾ ലൈറ്റ് അവസ്ഥയിൽ അലൗകിക സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപത്തിൽ ഞാൻ അവ്യക്ത ലോകത്തിൽ എത്തിച്ചേരുന്നു. പ്രകാശമയമായ അവ്യക്ത ലോകത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവ്യക്ത ബാപ് ദാദയുടെ വരദാനി ദൃഷ്ടി ആത്മാവിൽ അലൗകിക അനുഭവങ്ങൾ നിറയ്ക്കുന്നു. ഈ അവ്യക്ത കൂടിക്കാഴ്ച എന്നെ സന്തുഷ്ടമണി ആക്കുകയാണ്. എൻ്റെ നിരാകാരി സ്വരൂപം ധാരണ ചെയ്ത് ഞാൻ നിരാകാരി ദേശത്തിൽ എത്തിച്ചേരുന്നു. സർവത്ര സ്വർണ്ണ ചുവന്ന ദിവ്യപ്രകാശം നിറഞ്ഞ ഈ ബ്രഹ്മലോകത്തിൽ ശിവബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശിവബാബയുടെ സ്നേഹസമ്പന്ന ഓർമ്മയിൽ ഞാൻ മഗ്നമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ, ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശം നിറയുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ആത്മീയ സമ്പന്ന സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സമ്പന്ന അവസ്ഥയിൽ സർവ മംഗളകാരിയായ ശിവപിതാവുമായി സംയുക്തമായി പ്രഭു സ്നേഹത്തിൻ്റെയും
പവിത്രതയുടെയും ദിവ്യ പ്രകാശകിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലേക്കും ഞാൻ വ്യാപിപ്പിക്കുന്നു.